ചൈനയുടെ ഇരുണ്ട രഹസ്യവഴികളിലേക്ക് ഒരു യാത്ര. 17-ാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ട രഹസ്യസംഘങ്ങൾ. അവരാണ് ട്രയാഡുകൾ. ഈ സംഘം ആദ്യമായി രൂപം കൊണ്ടത് കിങ് രാജവംശത്തെ അന്യമാക്കാൻ ശ്രമിച്ച ബൗദ്ധ സന്യാസികളുടെയും വിപ്ലവകാരികളുടെയും കൂട്ടായ്മയായിരുന്നു. അവർ രഹസ്യമായ ചടങ്ങുകൾ നടത്തിയും കോഡുകൾ ഉപയോഗിച്ചും ഒരു ശക്തമായ കൂട്ടായ്മയായി വളർന്നു. കാലക്രമേണ ചൈനീസ് സാമൂഹിക ഘടനയിലെ അനിശ്ചിതത്വങ്ങൾ ഇവരെ കുറ്റവാളി സംഘങ്ങളായി മാറ്റി. അതിരുകളില്ലാത്ത ചൂഷണത്തിനെതിരെ നിലകൊണ്ടവർ പിന്നീട് മാഫിയ രീതിയിലുള്ള സംഘം രൂപീകരിച്ചു. 19-ാം നൂറ്റാണ്ടോടെ ഇവർ മയക്കുമരുന്ന് കച്ചവടം, കടത്തൽ, പണപ്പിരിവ് എന്നിവയിൽ പ്രവേശിച്ചു. നഗരങ്ങളുടെ മറവിൽ ഇവർ നിശബ്ദമായി പ്രവർത്തിച്ചു. തങ്ങളുടെ കൃത്യങ്ങൾ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ രഹസ്യ ചിഹ്നങ്ങൾ ഉപയോഗിച്ചു. ഹോങ്കോങ്ങിലും തായ്വാനിലും ട്രയാഡുകൾ ശക്തിപ്രാപിച്ചു. ആധിപത്യം സ്ഥാപിക്കാനായി ഗ്യാങ് യുദ്ധങ്ങൾ നടത്തി. 1970-കളിൽ ട്രയാഡുകൾ ആഗോള വ്യാപാര രംഗത്തേക്ക് ചുവടുവച്ചു. ന്യൂയോർക്ക്, ലണ്ടൻ പോലെയുള്ള നഗരങ്ങളിലേക്ക് എത്തി. ഇവരുടെ പ്രവർത്തനങ്ങൾ അതീവ രഹസ്യമായിരുന്നു. അംഗത്വം ലഭിക്കാൻ കർശനമായ ആചാരങ്ങളും അന്തർദൃഷ്ടികളും നിലനിന്നിരുന്നു. അവർ തങ്ങളുടെ സാമ്രാജ്യം മയക്കുമരുന്ന്, മനുഷ്യക്കടത്ത്, ആയുധക്കടത്ത് എന്നിവയിലൂടെയെല്ലാം വ്യാപിച്ചെടുത്തു. ചൈനീസ് സർക്കാരും അന്താരാഷ്ട്ര പോലീസും ട്രയാഡുകളെ ചെറുക്കാൻ ശ്രമിച്ചുവെങ്കിലും അവർ ഇന്നും നിലനിൽക്കുന്നു. ഇന്നും ട്രയാഡുകൾ ചൈനയുടെ അർദ്ധ അന്ധകാര ലോകത്ത് പ്രവർത്തിക്കുന്നു. പുതിയ സാങ്കേതികതയെ ഉപയോഗിച്ച് അവരുടെ ഇടപാടുകൾ തുടരുന്നു. ചൈനയുടെ ഇരുണ്ട ലോകത്തിൽ ഇന്നും കത്തിയണയാത്ത ഒരു കഥ. അതാണ് ട്രയാഡുകൾ. ഈ തരത്തിലുള്ള കൂടുതൽ രഹസ്യ കഥകൾക്കും അപൂർവമായ ചരിത്ര വിശകലനങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.